നമസ്കാരം. ഞാനൊരു ഡോക്ടർ എന്ന നിലയിൽ 14 വർഷമായിട്ടും ഒരു പീഡിയാട്രീഷ്യൻ എന്ന നിലയിൽ 9 വർഷമായിട്ടും കോഴ്സ് കഴിഞ്ഞ പിന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് സന്തോഷകരമായ പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ ദുഃഖകരമായ ചില കാര്യങ്ങളും ചില പ്രവണതകളും കണ്ടിട്ടുണ്ട്. അങ്ങനെ ദുഃഖകരമായ കാര്യങ്ങളുടെ ഒരു കണക്കെടുത്താൽ അതിൽ വളരെ മുന്നിൽ വരുന്ന ഒരു കാര്യമാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിരസിക്കുന്ന, വേണ്ടെന്ന് വയ്ക്കുന്ന മാതാപിതാക്കളുടെ സമീപനം. ഭാഗ്യത്തിന് ഇവരുടെ നമ്പേഴ്സ് ഒരുപാടില്ല, എങ്കിൽ പോലും ആക്ച്വലി ഇത് ഒട്ടും ഉണ്ടാവാൻ പാടുള്ളൊരു കാര്യമല്ല. മാരകമായ അസുഖങ്ങൾക്കെതിരെയാണ് പ്രതിരോധ കുത്തിവയ്പ്പുകളെങ്കിലും അവയുടെ ഗുണങ്ങൾ അവയുടെ ചെറിയ ദോഷങ്ങളെക്കാൾ എത്രയോ കൂടുതലാണെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പലവിധ കാരണങ്ങൾ കൊണ്ട് ഇത് വേണ്ട എന്ന് പറയുകയും ഓപ്റ്റ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് പേരെ ഈ വർഷങ്ങളിൽ കാണാനായിട്ടുണ്ട്. അത് വളരെ വിഷമം തോന്നിക്കുന്നൊരു കാര്യമാണ്. ഒഴിവാക്കാവുന്ന പ്രശ്നങ്ങൾ, അത് മാരകമായ പ്രശ്നങ്ങൾ എപ്പോഴും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ബുദ്ധിപരമായും നൈതികമായും ശരിയായ രീതി. പക്ഷേ ചിലപ്പോൾ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. ഇതിന് കാരണങ്ങൾ പലതാവാം. അറിവില്ലായ്മ, തെറ്റിദ്ധാരണകൾ, ചില മതപരമായ കാരണങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ചില ദുരനുഭവങ്ങൾ, അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ, മീഡിയയിൽ നിന്നും പലയിടത്തുനിന്നും കിട്ടുന്ന വാർത്തകൾ, അശാസ്ത്രീയമായ ഒരുപാട് രീതികൾ, അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ഇതിലെനിക്കൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു സിനാരിയോ ഉള്ളത്, ശരിക്ക് ഒരു കുട്ടിയുടെ അവകാശമാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നുള്ളത്. അത് നിരസിക്കാൻ സ്വന്തം കുട്ടികളാണെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് അവകാശമുണ്ടോ? നൈതികമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പാരൻസ് ആക്ച്വലി ദേ ഷുഡ് ആക്ട് ഓർ ദേ ക്യാൻ ആക്ട് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് എന്നുള്ളതാണ്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിരസിക്കുമ്പോൾ അവർ കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലല്ല ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരവസ്ഥയിൽ സിസ്റ്റത്തിനോ സ്റ്റേറ്റിനോ അത് നിർബന്ധിക്കാൻ അല്ലെങ്കിൽ എടുക്കണം എന്ന് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ പോലത്തെ ഒരു സെറ്റപ്പിൽ, സാമൂഹികമായ സെറ്റപ്പിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് ഞാൻ പൂർണ്ണമായും അറിയുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വിധി കൽപ്പിക്കലല്ല. ആർക്കാണ് ഇതിൽ പരമമായ അധികാരം? ഒബ്വിയസ്ലി കുട്ടി മേജറുള്ള ഒരാളായിരുന്നെങ്കിൽ അവർക്കായിരുന്നു അതിൻ്റെ പരമാവകാശം. പക്ഷേ കുട്ടി ആയതുകൊണ്ടും കുട്ടിക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തതുകൊണ്ടും കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ ആക്ട് ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റ് അല്ലെങ്കിൽ വ്യവസ്ഥ, സിസ്റ്റം ചെയ്യേണ്ട കാര്യമാണോ? അതോ അവരുടെ കുട്ടികളായതുകൊണ്ട് പാരൻസിന് ഇഷ്ടം പോലെ ചെയ്യാമെന്നുള്ളതാണോ? ഒബ്വിയസ് ആയിട്ടുള്ള നിയമലംഘനങ്ങളുടെ കേസിൽ സ്വന്തം കുട്ടികളാണെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമാണ്. നമ്മൾ അങ്ങനത്തെ പല കേസുകളും, അടുത്തിടെ പോലെ ഒരു കേസ് കണ്ടു, കുട്ടിയെ ഉപദ്രവിച്ച കേസൊക്കെ. പക്ഷേ അത്തരം കേസുകളല്ലാതെ വാക്സിനേഷൻ ഡിനൈ ചെയ്യുന്ന പോലത്തെ കേസുകളിൽ ആ നിയമം അത്ര ശക്തമായിട്ട് നമ്മുടെ നാടുകളിൽ ഇല്ല. ഓൺ പേപ്പറും ഓൺ പ്രാക്ടീസും ഇല്ല എന്നുള്ളതൊരു ദുഃഖകരമായ കാര്യമാണ്. സ്വന്തം കുട്ടിയെ ഒന്ന് വഴക്ക് പറയാൻ പോലും, അടിക്കാൻ പോലും കഴിയാത്ത, അടിക്കാന്ന് വെച്ചാൽ ഉപദ്രവിക്കാനുള്ള അടിയല്ല, ഒന്ന് ശാസനയായിട്ടൊരു ചെറിയ അടി പോലും കൊടുക്കാൻ കഴിയാത്തൊരു രീതിയിലേക്ക് ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് പുറം രാജ്യങ്ങളിൽ ജീവിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല, കേട്ടറിവാണ്. അപ്പോൾ ആ ഒരു വ്യവസ്ഥയിലേക്ക് പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പോലും കുട്ടിക്ക് ഡെഫിനറ്റ്ലി ഗുണമുള്ള കാര്യങ്ങൾ സ്വന്തം കുട്ടികളാണെന്നുള്ള പേരിൽ പാരൻസ് നിഷേധിക്കുമ്പോൾ അതിലൊരു സുഖക്കുറവുണ്ട്. അപ്പോൾ അത് ചിന്തയ്ക്കായിട്ട് വിടുന്നു. ഞാനിതിലൊന്നും വിധി കൽപ്പിക്കാൻ പോകുന്നില്ല. പിന്നെ ഇതിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ അതിനെക്കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. പ്രാഥമികമായിട്ട് വളരെ അപകടകരമായ അസുഖങ്ങളിൽ നിന്നാണ് അവർ രക്ഷ നൽകുന്നത്. ജനിക്കുമ്പോൾ എടുക്കുന്നത് BCG, ഹെപ്പറ്റൈറ്റിസ് B, ഓറൽ പോളിയോ വാക്സിൻ എന്നിവയാണ്. ക്ഷയരോഗം, മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ക്ഷയരോഗത്തിനെതിരെ പ്രൊട്ടക്ഷൻ നൽകാനാണ് BCG എടുക്കുന്നത് ഒരു പരിധിവരെ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് B, മഞ്ഞപ്പിത്തം. പിന്നെ പോളിയോ ബാധിച്ച ഒരാളെങ്കിലും ചിത്രത്തിലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പോളിയോക്കെതിരെയുള്ള ആക്ഷൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു. പിന്നെ 6, 10, 14 ആഴ്ചകളിൽ എടുക്കുന്ന ഹെക്സാവാലൻ വാക്സിൻ, അത് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, വില്ലൻ ചുമ, ടെറ്റനസ്, പിന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കെ എന്നുള്ള 2 മേജർ ബാക്ടീരിയക്കെതിരെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, വേറെ ചില അസുഖങ്ങൾ ഉണ്ടാക്കുന്ന മെനിഞ്ചൈറ്റിസ് ഉൾപ്പെടെ ഉണ്ടാക്കാൻ ശേഷിയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഈ 2 കോമൺ ബാക്ടീരിയക്കെതിരെയുള്ളതാണ് ഈ വാക്സിൻ. അതിൻ്റെ കൂടെ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ IPV കൂടി ചേരുമ്പോഴാണ് ഹെക്സാവാലൻ വാക്സിൻ ആവുന്നത്. ഇതിൻ്റെ കൂടെ കുട്ടികളിൽ അപകടകരമായ വൈറലക്കം, അതിസാരം ഉണ്ടാക്കുന്ന റോട്ടാ വൈറസിനെതിരെയും പിന്നെ പോളിയോക്കെതിരെയുള്ള തുള്ളിമരുന്ന്, അത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ 6, 10, 14 ആഴ്ചകളിൽ എടുക്കുന്നത്. പിന്നെ 9ാം മാസത്തിൽ 1.25 മംസ്, മീസിൽസ്, റുബല്ലയാണ് എടുക്കേണ്ടത്. മുണ്ടിവീക്കം, മംസ്, 5ാം പനി, മീസിൽസ്, റുബല്ല ഇവയ്ക്കെതിരെയാണ്. ഓക്കെ, ഞാനൊരു വിശദമായൊരു വാക്സിനേഷൻ ക്ലാസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എങ്കിലും എത്രത്തോളം അപകടകരമായ അസുഖങ്ങൾക്കെതിരെയാണ് പ്രാഥമികമായ വാക്സിൻസ് പ്രൊട്ടക്ഷൻ നൽകുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ അത് നിഷേധിക്കാൻ പാടില്ല. പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് ദോഷങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ 100% ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഒരു കള്ളത്തരമാകും. ഉണ്ട്, പക്ഷേ അത് വളരെ അപൂർവമാണ്. ഏതൊരു കാര്യത്തിനും അതിൻ്റെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും താരതമ്യം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക.
അത് അങ്ങനെ ഒരു താരതമ്യം നടത്തുമ്പോൾ അതിൻ്റെ ഗുണം ദോഷത്തിനുള്ള സാധ്യതയെക്കാളും എത്രയോ എന്താ പറയുക അധികമാണ് ഗുണങ്ങൾ എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും. എങ്കിലും ചില സമയങ്ങളിൽ സ്വന്തം കുട്ടികളുടെ ആരോഗ്യത്തെക്കാൾ ഉപരി വേറെ എന്തൊക്കെയോ ആണ് പലപ്പോഴും ചില പാരൻസ് എങ്കിലും പരിഗണിക്കുന്നത് എന്നുള്ളത് എനിക്കത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഞാൻ 2 ചെറിയ കുട്ടികളുടെ അച്ഛനാണ്. നമ്മുടെ മക്കളുടെ ഒരു ബെസ്റ്റ് ഇൻട്രസ്റ്റ് അല്ലേ നമ്മൾ എപ്പോഴും നോക്കുക? എനിക്കറിയില്ല, ചില സമയത്ത് ചിന്താഗതികൾ മനസ്സിലാവുന്നില്ല. കൗൺസിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ചില സ്ഥലങ്ങളിൽ വിജയിക്കാറുണ്ട്, ചില സ്ഥലങ്ങളിൽ അഡമൻ്റ് ആയിട്ടുള്ള ഉറപ്പുകൾക്കും നിഷേധത്തിനും മുമ്പിൽ പരാജയപ്പെട്ടിട്ട് വരാറുമുണ്ട്. അത് സത്യമാണ്. ശ്രമിക്കാറുണ്ട്, പക്ഷേ ചിലപ്പോഴൊന്നും പറ്റാറില്ല. ചില കേസുകളിൽ കൺവിൻസ് ചെയ്യാൻ കഴിയാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും കുട്ടികളുള്ളൊരു നീതികേടാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിനെന്താണ് പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് മാത്രം ബുദ്ധിമുട്ടാണ്, അത് വരാം. അതിനോടൊപ്പം തന്നെ IEC, ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പ്രധാനമാണ്. എന്തൊക്കെയാണ് പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ആവശ്യം, എന്തിനെതിരെയാണ് അവ പ്രൊട്ടക്ഷൻ നൽകുന്നത്? ഇവ കാലങ്ങളായിട്ട് നമുക്ക് ഈ സുരക്ഷ കിട്ടുന്നുണ്ട്. ദർ ഇസ് എ റിസ്ക് ദാറ്റ് വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. നോ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. സ്മോൾ പോക്സ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന നമ്മുടെ പാരൻസിനോടൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും, ഇന്ന് സ്മോൾ പോക്സിന് പ്രശ്നമില്ല. അതുപോലെയാണ് പല അസുഖം. ഡിഫ്തീരിയ ക്യാൻ കിൽ യു. ഡിഫ്തീരിയ മൂലം മരണങ്ങൾ ഉണ്ടായിട്ടത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മുണ്ടിവീക്കം വീണ്ടും പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ, പോളിയോ വന്നുള്ള അവസ്ഥ അറിയാലോ. അപ്പോൾ ഇൻഫർമേഷൻ കൊടുക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നല്ലോണം. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഡോക്ടർമാരും സിസ്റ്റവും മാധ്യമങ്ങളും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറണം. പലപ്പോഴും വാക്സിൻസിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്നുള്ള രീതിയിൽ വരുന്ന വാർത്തകളിൽ പലതും അന്വേഷണത്തിന് ശേഷം അതല്ല എന്നുള്ളത് വ്യക്തമാകാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് പിന്നെ ഫോളോ അപ്പ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇതിൽ വളരെ മീഡിയയും എല്ലാവരും വളരെയധികം ശ്രദ്ധ പുലർത്തണം. നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അതിലുണ്ടായേക്കാവുന്ന ചെറിയ തെറ്റുകളും ചെറിയ പ്രശ്നങ്ങളും പോലും പർവ്വതീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു നെഗറ്റീവ് ന്യൂസിന് ഏറ്റവും പബ്ലിസിറ്റി കിട്ടുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കും. അത് എല്ലാവർക്കും ബാധകമാണ്. ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ സിസ്റ്റത്തിലുള്ള എല്ലാവർക്കും, ഹെൽത്ത് സെക്ടറിൽ നിന്നുള്ള എല്ലാവർക്കും, മീഡിയയ്ക്കും എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണിത്. പിന്നെ ഡീപ്പറായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, സാമൂഹികമായ മതപരമായ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് അവിടെയൊക്കെ ചെയ്യുന്നതിൽ എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ചില പ്രശ്നങ്ങളെക്കുറിച്ചുകൂടി ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ആ വീഡിയോ ഫുൾ കവർ ചെയ്യുന്നതാവില്ല. AEFI, അഡ്വേഴ്സ് ഇഫക്ട്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ എന്നാണ് പറയുക. ഇത് മെയിനായിട്ട് പല ടൈപ്പ് ഉണ്ട്. ഒരു ക്ലാസിഫിക്കേഷനിൽ പ്രോഗ്രാമാറ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതാണ് നമ്മൾ വാക്സിൻ മിക്സ് ചെയ്യുന്നതിലും എടുക്കുന്നതിലും ഉണ്ടാകുന്ന തെറ്റുകൾ കൊണ്ട് വരുന്ന നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് പ്രോഗ്രാമാറ്റിക് എറേഴ്സ്. അതാണ് അതിൽ പ്രിവെൻറ്റബിൾ പാർട്ട്. അത് ഏറ്റവും കുറവായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നുള്ളത് വാക്സിൻ റിയാക്ഷൻസ് ആണ്. അത് ഏതൊരു കുട്ടിയിലും ഉണ്ടാകാം, നമുക്കത് മുൻകൂട്ടി പറയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അതിനെ റെസ്പോണ്ട് ചെയ്യാനുള്ള സിസ്റ്റംസ് അപ് ടു ഡേറ്റ് ആയിരിക്കുക, പ്രവർത്തനക്ഷമമായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ കോയിൻസിഡൻ്റലായിട്ട് ചില കാര്യങ്ങൾ വരാം, ഇഞ്ചക്ഷൻ റിലേറ്റഡ് മൈൽഡ് ഇഷ്യൂസ് വരാം, പിന്നെ അൺനോൺ ഇഷ്യൂസും വരാം. സയൻസിൻ്റെ ഒരു കാര്യം അതാണ്, അൺനോൺ ഇഷ്യൂസ് എപ്പോഴും വരാം. ഒരു അബ്സല്യൂട്ട് സയൻസ് അല്ല ബയോളജി എന്നുള്ള, ഒരു അബ്സല്യൂട്ട് സയൻസ് അല്ല. നമുക്ക് മാത്സിലോ ഫിസിക്സിലോ പോലെ ഒരേ ഇൻപുട്ട് കൊടുത്താൽ എപ്പോഴും ഒരേ ഔട്ട്പുട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റേതായ മൈനർ വേരിയബിലിറ്റീസ് അതിലുണ്ടാവും എന്നുള്ളത് സത്യമാണ്. അതിനെ നിഷേധിച്ചിട്ടും കാര്യമില്ല. അപ്പോഴും ഗുണഫലങ്ങൾ ഒരുപാട് ദോഷഫലങ്ങളെക്കാൾ കൂടുതലാണെന്നും വലിയൊരു ശതമാനത്തോളം റാഷണൽ സയൻറ്റിഫിക് ഇതിൽ നമുക്ക് യൂണിഫോം ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നുള്ളത് മറക്കരുത്. അപ്പോൾ പിന്നെ വേറെ ക്ലാസിഫിക്കേഷനിൽ മൈൽഡ്, മൈനർ, സിവിയർ, സീരിയസ് എന്നൊരു ക്ലാസിഫിക്കേഷനുണ്ട്. AEFI, അഡ്വേഴ്സ് ഇഫക്ട്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കണം. ഞാനൊരു മെഡിക്കൽ ഒരു വലിയ വീഡിയോ അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ആവശ്യം, അതിൻ്റെ ഗുണഫലങ്ങൾ, പക്ഷേ എന്നാലും ചിലരുടെ ഭാഗത്തുനിന്ന് വരുന്ന എതിർപ്പ്, അങ്ങനെ എതിർപ്പ് വരുമ്പോൾ സിസ്റ്റമാണോ പാരൻസിനാണോ ഫൈനൽ സേ ഉണ്ടാവേണ്ടത്, എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾക്കെതിരെ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഏതൊക്കെ അസുഖങ്ങൾക്കെതിരെയാണ് പ്രൊട്ടക്ഷൻ നൽകുന്നത്, ഈ ഒരു വാക്സിൻ ഡിനയലിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും തുടങ്ങിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് വളരെ ചെറുതായിട്ട് പറയാനാണ് ഇതിൽ ഉദ്ദേശിച്ചത്. ഇനിയെങ്കിലും നമ്മുടെ ആളുകൾ കൂടുതൽ തുറന്ന സമീപനം സ്വീകരിക്കുമെന്നും അവിടെയും ഇവിടെയും കേട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം മക്കൾക്ക് ഈ അപകടകരമായ, ജീവന് പോലും അപകടകരമായ അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്ന വാക്സിൻസ് കൊടുക്കാതിരിക്കില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്രയുമാണ് ഇതിൽ പറയാനുള്ളത്. ഏതൊരു കാര്യവും അത് വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്ന അസുഖങ്ങളല്ലെങ്കിലും വാക്സിനേഷൻസ് എടുക്കുക. ഒരുപാട് വാക്സിൻസ് നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ തന്നെ അവൈലബിൾ ആണ്. കിട്ടാത്ത ചിലത് നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നിന്നും എടുക്കാം. അപ്പോൾ ഒരുപാട് അധികം കോസ്റ്റുള്ളത് കുറവാണ്. മോസ്റ്റ് വാക്സിൻസ് റീസണബിൾ ആയിട്ട് നമ്മുടെ സെറ്റപ്പിൽ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കുട്ടിയുടെ അവകാശമാണിത്. അവർക്കത് ചോദിക്കാനുള്ള ഒരു പ്രായമോ കഴിവോ ആയിട്ടില്ലായിരിക്കാം. പക്ഷേ അവരുടെ നന്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ കേസിൽ അതൊരിക്കലും അവർക്ക് ആ നീതി നിരാകരിക്കരുത്, നിഷേധിക്കരുത് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കുക. ഇത്രമാത്രം പറയുന്നു. താങ്ക് യു.